തിരുത്തണം. സർക്കാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ മാറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് പല സംഘടനകളെയും കബളിപ്പിച്ച് ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണിച്ചത്. നേരത്തെ മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ നിലപാട്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് തിരുത്തണം. അത് തിരുത്തിയില്ലെങ്കിൽ ഇവരുടെ കാപട്യം പുറത്തു വരും. അത് ഈ ഗോവിന്ദന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? പച്ചക്കല്ലേ പറഞ്ഞത്, മലയാളത്തിലല്ലേ പറഞ്ഞത്. നീ വേറെ വല്ല ഭാഷയിലും പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞു തന്നല്ലേ. തിരുത്തണം. ഗവൺമെൻറ് ഉരുണ്ട് കളിക്കുകയാണ്, അരകൊഴമ്പൻ സമീപനമാണ്. ഇന്ന് വരുമ്പോൾ അത് പറയണം, ഞങ്ങൾ തിരുത്താൻ പോകുന്നു, ഞങ്ങൾ തിരുത്തി അഫിഡവിറ്റ് ഇന്ന് കൊടുക്കാം. 10 മിനിറ്റ് മതി ഒരു അഫിഡവിറ്റ് തയ്യാറാക്കാൻ, അല്ലേ? ഞാൻ അഭിഭാഷകനായിരുന്ന ഒരാളാണ്. നേരത്തെ ഞങ്ങൾ പറഞ്ഞ അഭിപ്രായത്തിലും മാറ്റമുണ്ടായി. സാമൂഹ്യ സാഹചര്യങ്ങൾ മാറി, അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം മാറി. ശബരിമലയിലെ സുപ്രീം കോടതി വിധി നടപ്പാക്കരുത്, സ്ത്രീ പ്രവേശനം അനുവദിക്കരുത്. ഇതാണ് സർക്കാരിൻ്റെ നിലപാടെന്ന് തിരുത്തി കൊടുക്കാൻ എത്ര മണിക്കൂറത്തെ ചർച്ച വേണം? എത്ര മണിക്കൂറത്തെ ചർച്ച വേണം? നിയമമന്ത്രി പറഞ്ഞത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഞാൻ ഇൻസ്റ്റൻ്റായി തീരുമാനം എടുക്കുന്ന ആൾ. ഇതുപോലെ ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ 4 വാചകമോ 10 വാചകമുള്ള ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് 1 കൊല്ലം എടുക്കുന്ന ആളല്ല. നിയമമന്ത്രി പരിഹസിച്ചാണ് പറഞ്ഞതെങ്കിലും ഇൻസ്റ്റൻ്റായി തീരുമാനം എടുക്കുന്ന ആളാണ് ഞങ്ങളല്ല. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ്. ഇവർക്ക് തീരുമാനവും ഇല്ല, ഉറപ്പുമില്ല, നിലപാടുമില്ല. എന്നാൽ അയ്യപ്പ ഭക്തരുടെ വോട്ടും വേണം. ഇതെല്ലാം കൂടി നടക്കില്ല. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കട്ടെ. ഈ അഫിഡവിറ്റ് തിരുത്തി കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറുണ്ടോ? തിരുത്തണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ അതിനുവേണ്ടി സമരം ചെയ്ത ആളല്ലേ. CPM നിലപാട് ചോദിക്കുമ്പോൾ മാറാത്തതായി ഒന്നുമില്ല, മാറ്റത്തിന് മാത്രമാണ് മാറ്റമില്ലാത്തതെന്നാണ് MP ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞത്. ഇതാണ് ആർക്കും മനസ്സിലാകാത്ത ഭാഷ. എന്താണ് ആ ഉദ്ദേശിച്ചതിൻ്റെ അർത്ഥം? എന്താ? മര്യാദയ്ക്ക് പറഞ്ഞാൽ പോലെ. ശബരിമലയിലെ ഇപ്പോൾ ഞങ്ങളുടെ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം ഞങ്ങൾ മാറ്റി കൊടുക്കും എന്ന് പറയാതെ മാറ്റമാണ് ലോകം, മാറ്റുവിൻ ചട്ടങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അത് മറുപടിയായില്ലല്ലോ. മനസ്സിലായില്ല? വ്യക്തതയില്ലാത്തത് പാർക്കാന്ന് മനസ്സിലായില്ല, കൃത്യമായിട്ട് മനസ്സിലായില്ല. വ്യക്തതയില്ലാത്ത ഇക്കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട്, ഞങ്ങൾ അതിനുവേണ്ടി സമരം ചെയ്താണ്. UDF അഫിഡവിറ്റ് തിരുത്തി കൊടുക്കണം സർക്കാർ. ഞങ്ങളുടെ ഗവൺമെൻറ് വരുമ്പോൾ ഞങ്ങൾ തിരുത്തി കൊടുക്കും. ഇപ്പോൾ പാലക്കാടേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വലിയ വിസ്മയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ തന്നെ സുരേഷ് VS അച്യുതാനന്ദൻ്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം കൂടിയായ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ പുതുയുഗ യാത്രയിലേക്ക് പങ്കെടുക്കുമെന്നുള്ള കാര്യം. എന്തൊക്കെ വിസ്മയങ്ങളാണ് ഇനി ഉണ്ടാകുന്നത്? വരട്ടെ, കാത്തിരിക്കണം. വിസ്മയങ്ങൾ നേരത്തെ പറഞ്ഞ വിസ്മയം അല്ലാതായി പോകും. ഞാൻ നിങ്ങളോട് പറയില്ലേ കാത്തിരിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, VS അച്യുതാനന്ദൻ്റെ സന്തത സഹചാരിയായിരുന്നു അല്ലേ സുരേഷ്. ആ സുരേഷിനെ പോലത്തെ ഒരാൾ CPM ഉപേക്ഷിച്ച് UDFിനോടൊപ്പം വന്നു ചേരുകയാണ്. മനസ്സിലായില്ലേ? അച്യുതാനന്ദൻ്റെ ഒരു പ്രതീകമായിരുന്നു. VS ഒരു പ്രതീകമല്ലേ, എല്ലാത്തിൻ്റെയും ഒരു പ്രതീകമായിരുന്നല്ലോ. ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു അദ്ദേഹത്തിൻ്റെ